ഹായ്. അപ്പോൾ ഇന്നലെ ജന്നമോളെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് അവളെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. ഉടുപ്പാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ തലേ ദിവസം രാത്രി എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എടുത്തതാണ് ഉടുപ്പ്. ഇനിയിപ്പോൾ അവളെ ഒരുക്കി കൊടുക്കട്ടെ. മാലയിട്ട് വളയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാലയും വളയും ടിംറ്റി ഹെയർബാൻഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഇക്കാ കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. കാന കടയിൽ നിന്ന്. അപ്പോൾ ഞാൻ മുടിയൊക്കെ വാർന്നു കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോരോ കുറുമ്പൊക്കെ കാട്ടണോണ്ട് അത് വെച്ചുകൊടുത്ത ഹെയർബാൻഡ് എടുത്തിട്ട് അങ്ങനെയൊക്കെ ഓരോന്ന് സോപ്പിട്ട് അങ്ങനെ നിർത്തിയതാണ്. പിന്നെ എവിടേക്കെങ്കിലും പോകുമ്പോഴൊക്കെ നമ്മളിങ്ങനെ റെഡിയാക്കി കൊടുത്താൽ ആൾക്ക് വേഗം പോകണം കേട്ടോ. നമ്മൾ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മളെ മാറ്റലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ലാസ്റ്റ് ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഉടുപ്പ് ഒക്കെ ഇട്ടാൽ വേഗം ആൾക്ക് പോകണം. അങ്ങനെ മുടിയൊക്കെ വാർന്ന് ഹെയർബാൻഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹെയർബാൻഡും ടിംറ്റിയും പിന്നെ ഇതാ കല്ലിൻ്റെ വേറൊരു ടിംറ്റി ഒക്കെ ഉണ്ട്. പിന്നെ കണ്ണെഴുതി തരാം. കണ്ണെഴുതി കൊടുക്കാൻ നല്ലപോലെ കാണിച്ചു തരും കേട്ടോ. അതൊക്കെ ഇഷ്ടമാണ്. കണ്ണെഴുതണതും പൗഡർ ഇടണതൊക്കെ. കണ്ണിൻ്റെ ഉള്ളിൽ എഴുതാൻ അയക്കൂല. പുരിക എഴുതാൻ നല്ല റെഡിയിൽ നിന്ന് തരും കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഇതാ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ. അപ്പോൾ കേക്ക് മുറിക്കാൻ നോക്കിയപ്പോൾ കത്തിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിലുള്ള കത്തി കൊണ്ട് മുറിച്ച് ഇപ്പോൾ ഇതാ ജനമോൾക്ക് ഒരു കഷ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കേക്ക് മുറിച്ചതിന് ശേഷം പിന്നെ ആൾക്ക് കിറുക്കിളകിട്ടാ. അപ്പോൾ എന്താണ് കേക്കിൻ്റെ കത്തിയോടുക്കനെ ആ ക്രീം എടുത്തിട്ട് തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ നിലത്ത് കിടന്ന് ഉരുളലായി. അങ്ങനെ പിന്നെ കത്തിമേൽ ആക്കിയിട്ട് കൊടുത്ത് അത് കേക്ക് തിന്ന് കഴിഞ്ഞിട്ടുള്ള അപാരതാണ്. വേറൊരു 2 ഉടുപ്പും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ബൈ.